ഹലോ, എല്ലാവർക്കും അവ്യാസ് ഹോം കുക്കിങ്ങിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പിന്നെ സിമ്പിളായിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടൊമാറ്റോ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിൻ്റെ മുമ്പായി വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. തക്കാളി സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വലിയ 5 തക്കാളി നെടുകെ കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളീനെ ഇതേപോലെ ഒരു പ്രഷർ കുക്കറിലോട്ട് ഇടാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് ഒരു 2 വിസിൽ വരണ വരെ നമുക്ക് വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിൻ്റെ പകരം നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ വേവിച്ചെടുക്കാം. എങ്കിൽ നിങ്ങൾക്ക് മൈക്രോവേവിലും വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ 2 വിസിൽ വന്നു കഴിഞ്ഞു. ഇനി കുക്കർ തണുത്തൊക്കെ കഴിഞ്ഞു, പ്രഷറൊക്കെ പോയി. നമുക്കിത് തുറക്കാം. കണ്ടോ, നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കൈലോണ്ട് ഇതേപോലെ ഇളക്കി ഒന്ന് ഇതിനെ ഉടച്ചു വിടാം, അല്ലെങ്കിൽ ഒരു മത്ത് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് ഉടച്ചു വിടാം. പക്ഷെ ഞാൻ ഇതിനെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിനെ അടിച്ച് ഒരു പേസ്റ്റ് പരുവത്തിൽ എടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ ഇതിനടിച്ച് നല്ല പേസ്റ്റ് പരുവാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലൊരു പാത്രം വെച്ച് അരിപ്പ വെച്ചിട്ട് വേവിച്ച് വെച്ച് തക്കാളീനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതേ മിക്സി ജാറിൽ തന്നെ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് കുലുക്കി അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ നല്ലപോലെ അങ്ങ് അരിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ തക്കാളിയുടെ കുരു തൊലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സെപ്പറേറ്റായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതേപോലെ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ടൊമാറ്റോ പ്യൂരി റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് എപ്പോൾ ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കണോ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെടുത്ത് ഉപയോഗിക്കാം. ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം കേട്ടോ. അതിനായി ഒരു പാനിലോട്ട് നമുക്ക് ഇത്തിരി ബട്ടർ ഇടാം. ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ബട്ടർ തന്നെ യൂസ് ചെയ്യുക, അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് കിട്ടും. ഇനി ബട്ടറൊക്കെ ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ അതിലോട്ട് ഒരു ബിരിയാണി ഇല, 3 കരയാമ്പൂ, ഒരു പട്ടയും കൂടി ഇടുക. ഇനി 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് അത് ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് നമ്മൾ ചെയ്ത് വെച്ച ടൊമാറ്റോ പ്യൂരിയില്ലേ അതൊന്ന് ഇളക്കി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് തിന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനൊന്ന് തിളയ്ക്കാൻ വിടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഏകദേശം 2 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇപ്പം നിങ്ങൾക്ക് ഹെൽത്തി വേർഷനിൽ കുടിക്കണമെങ്കിൽ ഇതിപ്പോൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇല്ല കുറച്ച് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് വേണം വെച്ചാൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് അതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സൂപ്പിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ റെസ്റ്റോറൻറ്റിൽ കാണുന്ന സൂപ്പൊക്കെ ഇല്ലേ അതിലൊക്കെ ഇതേപോലെ കോൺഫ്ലവർ ഇട്ടിട്ടാണ് നമുക്ക് തരിക. വേറെ സ്പെഷ്യലൊന്നും അവർ ആഡ് ചെയ്യാറില്ല. ഇനി ഇതിനെ നമുക്ക് നല്ലോണം ഇളക്കി ഒരു ചെറിയ തിക്ക് കൺസിസ്റ്റൻസി വരണവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് എരിവിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, അത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഒരു 3 മിനിറ്റിന് ഇനി നമുക്ക് നല്ലപോലെ അങ്ങ് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഒരു ചെറിയ തിക്ക് കൺസിസ്റ്റൻസി കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ടൊമാറ്റോ സൂപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടില്ലേ, വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പോലെയുള്ളൊരു സൂപ്പ് ഇവിടെ റെഡിയായി കിട്ടി. അപ്പോൾ ഇതേപോലെയുള്ള സൂപ്പ് എല്ലാവരും വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ റെസ്റ്റോറൻറ്റ് പോലെ കുറച്ചൊരു ഫീൽ വേണമെങ്കിൽ ഇതേപോലെ മേലെ ഒന്ന് ക്രീമും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.